നമസ്തേ. ബംഗാൾ കലാപത്തിൽ ഏറ്റവും അധികം നരകിക്കപ്പെട്ടത് ഹിന്ദു സ്ത്രീകളാണെന്ന നടുക്കുന്ന വിവരമാണ് ദേശീയ വനിതാ കമ്മീഷൻ സംഘം പുറത്തുവിടുന്നത്. മമതാ ബാനർജി എന്ന സ്ത്രീ ചുക്കാൻ പിടിക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തി അരങ്ങേറാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചൊന്നുമല്ല ആയത്. ഇതിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത്, പീഡിപ്പിക്കപ്പെട്ടത്, ഇഞ്ചിഞ്ചായി ആക്രമിക്കപ്പെട്ടത് അമ്മമാരായിരുന്നു, സഹോദരിമാരായിരുന്നു, കുഞ്ഞു പെൺമക്കളായിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രഹത്കറുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ശനിയാഴ്ച അക്രമബാധിത പ്രദേശമായ മുർഷിദാബാദിലെ ബെഡ്ബോണയിൽ കലാപബാധിതരെ സന്ദർശിച്ചു. ഭയപ്പെടേണ്ട ആവശ്യമല്ല, രാജ്യവും കമ്മീഷനും നിങ്ങളോടൊപ്പമുണ്ടെന്ന് അവർ ഇരകൾക്ക് ഉറപ്പ് നൽകി. ഈ സന്ദർശനത്തിന്റെ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും നടപടി ആവശ്യപ്പെടുമെന്നും അവർ പറഞ്ഞു. ഈ കാലയളവിൽ കലാപത്തിനിടെ തങ്ങൾ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് ഇരകളായ സ്ത്രീകൾ കമ്മീഷന് മുന്നിൽ വിവരണം നൽകി. അക്രമത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഹിന്ദു സ്ത്രീകൾ നിലവിളിച്ചുകൊണ്ടാണ് ചെയർപേഴ്സണോട് തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ വിവരിച്ചത്. നിലവിലെ സ്ഥിതി ഭയാനകമാണ്. ആളുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല. വീടുകൾ കത്തിനശിച്ചു. വസ്ത്രങ്ങളും പാത്രങ്ങളും അവശേഷിച്ചിട്ടില്ല. കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം ലഭ്യമല്ല. പ്രായമായവർക്ക് മരുന്നുകൾ ലഭ്യമല്ല. സത്യം പുറത്തു വരാതിരിക്കാൻ മാധ്യമങ്ങളെ ഇവിടെ വരാൻ മമതാ സർക്കാർ അനുവദിക്കുന്നില്ല. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ ഏപ്രിൽ 11, 12 തീയതികളിൽ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തിൽ നൂറുകണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ഭവനരഹിതരാവുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആരാണിതിന് മറുപടി പറയുക? മമതാ ബാനർജി ഇനിയും ഇതിന് കൂട്ടുനിൽക്കുക തന്നെയാണെങ്കിൽ ഹിന്ദു സഹോദരങ്ങൾ അവരുടെ നീതിക്കായി സ്വയം പോരാടാൻ തന്നെ ഇറങ്ങും.